ഇതൊരു പുതിയ ഐറ്റമാണ് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. പക്ഷേ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. എൻ്റെ നെക്സ്റ്റ് പോപ്പപ്പ് സ്റ്റാളിലേക്ക് വേണ്ടി മേടിച്ചതാണ്. ഇതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി ഓർഗനൈസർ അല്ലെങ്കിൽ ക്യാഷ് ഓർഗനൈസറാണ് കേട്ടോ. ലാസ്റ്റ് ഞാനൊരു ബാഗിലിട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയ ചെറിയ പൗച്ചിലാക്കിയിട്ടായിരുന്നു ഓരോരോ കോയിൻസും സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. 1 പൗണ്ടും 50 പെൻസും 20യും 5 പെൻസൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടത് ഓരോരോ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടിട്ട് നമ്മൾക്കൊന്നും കണ്ണ് കാണാത്ത അവസ്ഥയായിരിക്കും. സോ ഞാൻ അവരോട് പറഞ്ഞു ഇതെൻ്റെ ഫസ്റ്റ് പോപ്പപ്പ് സ്റ്റാളാണ്. അപ്പോൾ ഓരോന്ന് നമ്മളിങ്ങനെ എടുത്തു കൊടുക്കുമ്പോഴേക്കും ഒരു കുറച്ച് റഷാവും. പിന്നെ ഞാൻ വർക്ക് ചെയ്യണത് ടിൽ ഓപ്പറേറ്ററായിട്ടാണ് ഫുട്ബോൾ ക്ലബ്ബിൽ, ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബിൽ. പക്ഷേ അവിടെ ക്യാഷായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഫുള്ള് ഓൺലൈൻ പേയ്മെൻറ്റാണ്. ഹാൻഡിൽ ചെയ്യണത് ഞാൻ വളരെ കുറവാണ്. പിന്നെ ഇവിടെ എല്ലാം ഓൺലൈൻ പേയ്മെൻറ്റും അല്ലേ. അപ്പോൾ ഓരോന്നെടുത്ത് കൊടുക്കും നേരത്തെ ഓരോ ഇതാണ്. അപ്പോൾ കുറച്ച് എന്താ പറയുക, ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച സാധനം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഇടുകയും ചെയ്യാം. ടെൻഷൻ അടിക്കേണ്ട, സ്പീഡിൽ കൊടുക്കുകയും ചെയ്യാം. സെയിം എമൗണ്ട് തന്നെ എനിക്ക് കിട്ടിയത്. അതായത് 50% ക്യാഷായിട്ടും 50% ഓൺലൈൻ ട്രാൻസാക്ഷനായിട്ടാണ് കേട്ടോ നടന്നത്. ഓൺലൈൻ ട്രാൻസാക്ഷന് ഞാൻ കാർഡ് റീഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഓൺലൈൻ ഞാനൊരു 50 പൗണ്ട് ചേഞ്ച് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മിക്കവരുടെ കയ്യിലും കാശാണ് ഉണ്ടെങ്കിൽ 2 ഓപ്ഷനും ഉണ്ടായിരുന്നു, കാർഡ് ഓപ്ഷനും ക്യാഷ് ആയിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് കൊടുക്കാൻ നേരത്ത് തിരിച്ച് നമ്മൾ ചേഞ്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഞാൻ 50 പൗണ്ടിൻ്റെ ഒരു ചേഞ്ചസ് എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ പോയി. പക്ഷേ ഇത്രയും കൂടി നമുക്ക് കസ്റ്റമേഴ്സിന് ടൈം നമ്മൾ വാല്യൂ കൊടുക്കണമല്ലോ. പിന്നെ നല്ല ക്യൂട്ടാണ്, ചെറുതായിട്ട് ആ ഒരു സ്ഥലത്ത് ഇരിക്കുകയും ചെയ്യും. നമ്മളുടെ ഷോപ്പിന് ആ സ്പേസിന്, ആ ടേബിളിൻ്റെ സ്പേസിന് പറ്റിയൊരു ഐറ്റമാണ് ഞാൻ മേടിച്ചേക്കണത്.